ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനും വിഷ്ണുവും കൂടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ മുറ്റത്ത് നടന്ന് ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം രാവിലെ 9:30 ആയിട്ടുണ്ട്. ഇത്തവണ ആൾക്കാർക്ക് വന്ന പനി ഉണ്ടല്ലോ, മുഴുവനായിട്ട് അങ്ങോട്ട് വിട്ടുമാറി ഒഴിഞ്ഞു പോകുന്നില്ല. ഇപ്പൊ വിധുവിന് ഇന്നലെ രാത്രി തൊട്ട് ചെറുതായി പനിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും പനി ഇങ്ങനെ ഓൾമോസ്റ്റ് തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണ് വിഷ്ണുവിന് പറയാനുള്ളത്? ഞങ്ങൾ നാളെ ട്രിപ്പ് പോവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിധുവിന് പനിക്കുന്ന മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആതിരപ്പള്ളിയിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇത്തവണ ഇവിടെ കോഴിക്കോട് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് അമ്മയും അച്ഛനും പറയുന്ന കാര്യമായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ എങ്ങോട്ടെങ്കിലും ഒരു 2 ഡേയ്സെങ്കിലും ട്രിപ്പ് പോവാം, വല്ലപ്പോഴും നടക്കുന്ന കാര്യമല്ലേ എന്ന്. അങ്ങനെ നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ഒരു 7 മണി 7:30 ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കണം. വിധുവിന് പനി ഇപ്പം കുറച്ച് ബെറ്ററാണ്, മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മാറുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ പോവും, അല്ലാന്നുണ്ടെങ്കിൽ ഞാനും വിഷ്ണു കൂടെ പോകാമെന്നാണ് വിചാരിക്കണം. കാരണം എന്തായാലും നമ്മുടെ ബുക്കൊക്കെ ചെയ്തു, ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കാം. എന്തൊരു കഴിപ്പ് ഒരു ആരുഷ് ഇന്ന് രാവിലെ നേരത്തെ അമ്മയ്ക്ക് കമ്പനിക്ക് വേണ്ടി എണീറ്റായിരുന്നു, അതുകൊണ്ട് ഉറക്കത്തിലല്ലേ. ഹായ് ആരുഷ്, ആർ യു സിക്ക്? Get well soon. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മട്ടൺ സ്റ്റൂ, അമ്മ ഉണ്ടാക്കിയ മട്ടൺ സ്റ്റൂ, പത്തിരി, വെള്ളയപ്പം. ഇത് ശ്രീധരേട്ടന്റെ ചായക്കട അല്ലേ? മട്ടൺ സ്റ്റൂ കേട്ടോ, പത്തിരി വെള്ളപ്പമല്ല. അല്ല, പത്തിരി വെള്ളപ്പം അമ്മ ഉണ്ടാക്കിയതാ? നമ്മൾ 2 കോഴിക്കോടിന് 2 ഭാഗങ്ങളിൽ നിന്ന് വാങ്ങിച്ച വെള്ളപ്പവും സ്റ്റൂവും. ഹായ് പ്രദോട്ടോ. ഞാൻ ഇന്നലെ വീഡിയോയിൽ ശ്രദ്ധിക്കുകയായിരുന്നു, പ്രദോട്ട് ഇതുവരെ എന്റെ ക്യാമറയിൽ നോക്കി സംസാരിച്ചിട്ടില്ല. വയസ്സോ? ചായക്കടത്തെ മട്ടൺ സ്റ്റൂ നല്ല ടേസ്റ്റ് ഉണ്ട്, എന്തായാലും വാങ്ങിക്കൂ. ലൊക്കേഷൻ പറയണം, ശ്രീധരേട്ടന്റെ ചായക്കട എവിടെ? അത് അമ്മയ്ക്കറിയില്ല, ബാക്കി അമ്മ പറയും. അമ്മ പറയും. അതിനെക്കാട്ടും കൂടുതലൊക്കെ കാണുന്നവർക്ക് അറിയണ്ടോ. ഭയങ്കര പോപ്പുലർ ആയിരുന്നു ശ്രീധരേട്ടന്റെ ചായക്കട. പക്ഷെ ഇതുവരെ നമ്മൾ പോയിട്ടില്ല അവിടെ. എല്ലാ കൊല്ലം നിങ്ങൾ ശ്രീധരേട്ടൻ കഴിഞ്ഞ് വാങ്ങി കഴിക്കാറുണ്ട്. നിങ്ങളും കഴിക്കാൻ ശ്രമിക്കും. വൈകുന്നേരം എന്തെങ്കിലും വാങ്ങിക്കും, നിങ്ങളും വാങ്ങിക്കും. താങ്ക് യു. വിധുവിന് എങ്ങനെയുണ്ട് പനി? ബെറ്റർ തോന്നുന്നു. നാളെ നമുക്ക് പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഈവനിങ് ആകുമ്പോക്കെ അറിയാം. പക്ഷെ ശ്രീധരേട്ടന്റെ ചായക്കടത്തെ എല്ലാം കഴിക്കില്ലല്ലോ. ഞാൻ കഴിക്കട്ടെ. പക്ഷെ ഇത് ഗുഡ്, ഇത് ഓക്കെ. ഇടിയപ്പം അതേപോലെ വാങ്ങിക്കുന്ന ഇത് സൂപ്പർ ഹിറ്റ് ഇതാണ്. ചെമ്മീൻ അടിപൊളിയായിട്ടുണ്ട്. പുറത്ത് മഴ തകർത്ത് പെയ്തോണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ മഴ ആസ്വദിച്ചോണ്ടിരിക്കുക? നല്ല മഴ. പക്ഷെ ഇപ്പൊ ഇത് ചെയ്ത് കാരണം ഇവിടെ ഇരുന്നിട്ട് മഴ കാണാം. ഇത് മരുന്ന് കഴിച്ചോളാം. ഞാനല്ല, നമ്മളെല്ലാവരും കൂടെ ഉമ്മർത്തിരുന്നിട്ട് വർത്താനം പറയായിരുന്നു. എൻ്റെ മാനേജർ എന്നെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സമാധാനം സ്വൈര്യം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കാൻ സമ്മതിക്കുകയില്ല. എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ പോയി കുറച്ച് നേരം പ്രൊഡക്റ്റീവായിട്ട് വരാം. എൻ്റെ മുഖമൊക്കെ എന്തുപോലെ വിഷ്ണു? എനിക്കാണ് ഞാൻ കുറച്ച് ടയർഡാണെന്ന് ഉറങ്ങണം തോന്നണോ? അപ്പൊ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാം. വാവ്. ഇതല്ലത് മഴ പെയ്ത് കഴിഞ്ഞാൽ ചീവീടിന്റെ ശബ്ദം ഉറക്കുണ്ടാവും എന്ന് പറയില്ലേ? ഈ ഒരു ബാൽക്കണി ഭയങ്കര എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും റോഡിന്റെ അവിടെയാണ്, കാരണം ഭയങ്കര ബഹളമാണ്. വണ്ടികളുടെ കുറെ ശബ്ദം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നോക്കി നോക്കും, ചീവീടിന് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടില്ല എന്നുള്ള മട്ടില്ല. ഇവിടെ ഇരുന്നിട്ടല്ലേ തനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത്? ഈ ബാൽക്കണി ആക്ച്വലി വീടുണ്ടാക്കിയപ്പോൾ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. വിഷ്ണു അടി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെന്നുണ്ട് ചെയ്തതാ. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഇവരുടെ തറവാട് ഇവിടെ തൊട്ട് മുന്നിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പഠിക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ ഇപ്പൊ വിഷ്ണു ഇവിടെ ഫുള്ള് വർക്ക് ചെയ്യാറ്. ഓക്കേ. പക്ഷെ ഞാനിങ്ങനെ നെതർലാൻഡ്സിൽ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കാറില്ലല്ലോ. അവിടെ ശബ്ദം ഭയങ്കര പൊതുവേ കുറവാണ്. അതിനു മുന്നേ വളാഞ്ചേരിയും ഇത്ര ശബ്ദമില്ല. അപ്പോൾ കാണാൻ രസമുണ്ടെങ്കിലും ശബ്ദം കാരണം വേണ്ടിയിരിക്കും എനിക്ക് വലിയ താല്പര്യം തോന്നാറില്ല കേട്ടോ. ശബ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് വീട് മാറ്റിയാലോ?
ആ മാറ്റിയാലോന്ന്. ഹേ ബോയ്സ്, അരുഷിന് വയ്യായൊക്കെ മാറിയോ? സിക്കായിരുന്നല്ലേ അരുഷ്? സ്റ്റമക് പെയിൻ മാറിയോ? രാവിലെ എണീറ്റ് ഉടനെ ഫസ്റ്റ് തിങ് കഴിച്ചാൽ എന്താണെന്ന് അറിയോ? എന്താ? ചോക്ലേറ്റ്സ്. അതുകൊണ്ട് ആരുഷിന് വയ്യായിരുന്നു, വയറുവേദന ഇരുന്നു കേട്ടോ. ഇവ പറഞ്ഞു കൊടുക്കണം രാവിലെ ചോക്ലേറ്റ് കഴിക്കരുത് ചേട്ടാന്ന്. ഇപ്പൊ ഇവൻ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇവന്റെ ഒപ്പം. അതായത് ഇങ്ങനെ ഉന്തുക പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ അല്ലേ? ഇത് കാണാൻ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. ഒന്ന്, ഞാൻ ആദ്യമായിട്ടാണ് യുവി വേറൊരു കുട്ടീനെയായിട്ട് ഇടപഴകി കളിക്കുന്നത് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ അത് ആരുഷും കൂടെ ആവുമ്പോൾ നമുക്ക് അവർക്കൊരു നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. വിഷ്ണു അത് എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായി. ആരുഷ് കാര്യമായിട്ട് യുവിനെ യൂഷ് കുട്ടാന്നാട്ടോ വിളിക്കുന്നത്. പിന്നെ ഇവർ തമ്മിൽ കളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ യുവി ചെയ്യുകയാണെങ്കിൽ ആരുഷ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര മെച്ചുവേർഡായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. യുവിക്ക് ഇതൊന്നും വലിയ ഓർമ്മ ഉണ്ടാവില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ആരുഷിന് കുറച്ച് കാലം കഴിയുമ്പോൾ ഓർമ്മയുള്ള മെമ്മറീസ് തന്നെ ആയിരിക്കും ഇതൊക്കെ. ഒരു ചെണ്ട വാങ്ങി കൊടുത്തോണ്ട് ചെവിക്ക് നല്ല സമാധാനമുണ്ട്. എന്താ രസം എന്ന് പറയാൻ വയ്യ. അതെ, ഒന്ന് രാവിലെ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്താരാ അമ്മ, ചെണ്ട വാങ്ങിച്ചു കൊടുത്താരാ അമ്മ. അതെ, ഫ്ലൂട്ടും ഉണ്ട്. ആരുഷ് കുറച്ച് റെസ്റ്റ് എടുത്താലോ? You're not tired? But I think I'm tired. Yusha! Hey Yusha! മുഖത്ത് കൊതു കടിച്ചല്ലോ, നല്ലൊരു കൊതു കടിച്ചിട്ടുണ്ടല്ലോ. കൊതു കടിക്കാൻ വരുമ്പോ പറയണ്ടേ നോ? ഈ ചീറിൽ അപ്പ ചീറണ്ടേ? നോ നോ. യുവി ഇപ്പം നല്ലൊരു അഭിനേതാവാണ്. എൻ്റെ ഒക്കത്തേക്ക് എത്താൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന അറിയോ? ഇപ്പം നേരത്തെ കണ്ടതുപോലെ നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് നമുക്കൊരു ആൻറ്റി അല്ലെങ്കിൽ ഒരു മേമ ഫിഗറൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് ഭയങ്കര ആരാധന തോന്നുന്നത്. എനിക്കത് ദീമേമയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ആരുഷ് ഇപ്പം എൻ്റെ അടുത്ത് കാണിക്കുന്ന അടുപ്പും അതേപോലെ അവൻ എന്നെ കളിക്കാൻ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും അവനും ഈ ഒരു സ്നേഹം എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത്. എനിക്ക് അറിഞ്ഞുകൂടാ അവനുണ്ടോ എന്ന്, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യും. ചിലപ്പോൾ എൻ്റെ വെറും തോന്നലും ആഗ്രഹമായിരിക്കാം കേട്ടോ. യുവി ഇപ്പോൾ കൈയൊക്കെ പിടിച്ച് ചെറുതായി നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ബെഡിൻ്റെ സൈഡിലൊക്കെ പിടിച്ച് കുറച്ച് ദൂരം കൊണ്ട് നടക്കുന്നത് കാണാം. മുറ്റത്ത് എനിക്ക് തോന്നി റഫ് സർഫസ് ആയത് കാരണമാണ് കുറച്ച് ദൂരം ഒരു 10-15 അടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ യുവിക്ക് മടുക്കുന്നത് കാണാം. വിഷ്ണുവിൻ്റെ വീടിൻ്റെ നേരെ ഈ ഓപ്പോസിറ്റ് വരുന്ന വീട്ടിലൊരു വലിയ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, യുവിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ട് അങ്ങോട്ട് നോക്കുന്നത് കാണാം എപ്പോഴാണ് ബോബോ വരിക എന്നുള്ള മട്ടിൽ. നാളെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ ട്രിപ്പ് പോവാട്ടോ. നമ്മളെല്ലാവരും കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്നൊരു ട്രിപ്പായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മൾ 6 പേരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു 2 ദിവസത്തെ സ്റ്റേക്കേഷനൊക്കെ പോകുന്നത്. എന്തായാലും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വൈകുന്നേരം ആകുമ്പോൾ ചെയ്യണം കേട്ടോ. എക്സൈറ്റഡ് ആണോ നാളെ പോവാൻ? എന്താണ് നാളത്തെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാണുന്നത്? ഇല്ല, ഹോട്ടലിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞു യുവിക്കുള്ള ഫുഡ് നമ്മൾ എന്താ പോകുമ്പോ ചെയ്യാന്നേ. അപ്പൊ അവര് പറഞ്ഞു അവര് ഷെഫിനോട് പറഞ്ഞു അവരുണ്ടാക്കി തരും, മാഡത്തിന് തന്നെ വേണമെങ്കിൽ കയറി കുക്ക് ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലൊരു മാഡം ഉണ്ട്, നന്നായി കുക്ക് ചെയ്യാം. അടുക്കള ഉള്ള സ്ഥലത്തേക്ക് ഇല്ലാന്ന്. അല്ല, അവരെന്നെ കുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു. നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതിന്ന്. പറ്റാതെ ഷെഫില്ലേന്ന്. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഞാനും വിഷ്ണു ഒരു കോളിൽ പെട്ടുപോയി. നമ്മൾ സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ എന്തായാലും സെപ്റ്റംബർ പകുതി വരെ ഇവിടെ ഉണ്ടായിരിക്കും. വിഷ്ണു ചിലപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓഗസ്റ്റ് മിഡ് ആകുമ്പോൾ ചിലപ്പോൾ പോകുന്നു, ഇന്നലെ തൊട്ട് പറയുന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അറിയില്ല, ഞാൻ എന്തായാലും സെപ്റ്റംബർ പകുതി ആകുമ്പോഴേക്ക് പോവുമല്ലോ. അപ്പോൾ അതിന് ശേഷത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. 1-2 കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സമയം നല്ലോണം ഡിലേ ആയി. എത്ര പെട്ടെന്ന് ഈ 3 മാസമൊക്കെ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറയായിരുന്നു 3 മാസം കൂടെ ഞാൻ നാട്ടിലുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 ആഴ്ച തീർന്നു. അതായത് 1.5 മാസം, ഇനി ഒരു 1.5 മാസം കൂടെയൊക്കെ ഉള്ളൂ നാട്ടിൽ. ദിവസമൊക്കെ ഉണ്ടല്ലോ പറക്കണം, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബിസി ആയിട്ടൊരു ദിവസം ചെയ്യുമ്പോഴേ ദിവസമൊക്കെ എണ്ണി തീരുന്നതിൻ്റെ മുന്നേ അത് തീരുകയാണ്. അപ്പോൾ ചോറ് എന്തെങ്കിലും ബാക്കിയിട്ട് നോക്കട്ടെ, ഉണ്ടെങ്കിൽ പോയി കഴിക്കാം. ആരുഷ് ഇതൊന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കഞ്ഞിമോൾ. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് എന്താണ് സ്പെഷ്യൽ? നല്ല ചോറ്, ചിക്കൻ പോയോ? അത് ചോറ്, ചിക്കൻ, സാമ്പാർ, ഇതെന്താ? ചെമ്മീൻ.
രണ്ടെണ്ണം നെല്ലും അത് ഇതെടുത്തു. എടുത്തു 5 ഉണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്ക് ഒരാളൊക്കെ ഒന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത്. ശരിയാ. പിന്നെ തൈര് പായസല്ലേ നമുക്ക് ലക്ഷ്മി സ്റ്റോറില്. എനിക്ക് വേണം. പനിയുള്ളവരൊക്കെ പായസമൊന്നുമില്ല. ശബ്ദം കൂടി കുട്ടി ഉറങ്ങി. നമ്മളെപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമ്മുടെ റിലേഷൻഷിപ്പും ബോണ്ടും കാര്യങ്ങളൊക്കെ സ്ട്രോങ്ങർ ആയിട്ട് വരിക. എനിക്ക് വിധുവിൻ്റെയും പ്രതുവേട്ടൻ്റെയും ഒപ്പം വളരെ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ ഉടനെ അവർ ഏകദേശം ഒരു 4-5 ദിവസം നാട്ടിലൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് അവർ പൂനെയിലായിരുന്നു, അങ്ങോട്ട് പോയി. പിന്നെ ഇടയ്ക്ക് പറയുന്ന പോലെ തന്നെ വല്ലപ്പോഴും കാണുന്ന ബന്ധം മാത്രമേ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ജർമ്മനിക്ക് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തമ്മിൽ കാണാനും കുറച്ചും കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ പൊതുവേ ഫോണിൽ ഭയങ്കര മോശമായിട്ടുള്ള ആളാട്ടോ. ഫോൺ വിളിക്കാനാണെങ്കിലും അതേപോലെ മെസ്സേജ് ചെയ്യാനാണെങ്കിലും ഞാൻ കുറച്ചധികം മോശമാണ്. എൻ്റെ തന്നെ വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം അത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒട്ടും അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ജർമ്മനിക്ക് വന്ന് നമ്മൾ കുറച്ചധികം സമയമൊക്കെ ഒപ്പം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ്ങർ ആക്കാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലൈഫ്. എങ്ങോട്ടാണ് പോണേന്നറിയോ? ഇവിടെ അടുത്തൊരു ലക്ഷ്മി സ്റ്റോർ ഉണ്ട്. അല്ല, ഒരു അത് ബേക്കറിയാണോ? ലക്ഷ്മി സ്റ്റോഴ്സ്, അത്രയേ ഉള്ളൂ. അവിടെ നല്ല പഴംപൊരി, പരിപ്പ് വട, പിന്നെ അതേപോലെ ലഡു അതൊക്കെ കിട്ടും. പാലട. അപ്പോൾ ഊണ് കഴിച്ചുടനെ പാലട കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഋതുവേട്ടനും വയ്യാത്ത വിധു പിന്നാലെ പോകുന്നുണ്ട്. വിധുവിന് ഇത്ര ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു, പക്ഷെ പാലട വേണമെങ്കിലാവാം. പാലട. ആരുഷ് പോവാണോ? ഒരു ദിവസം പോയി. ഹൗ ലൈക്ക് കം? നമുക്കും ഉണ്ടാവില്ല ഈ ഒരു പ്രായത്തിലുള്ളപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒരാൾ നമ്മുടെ ഒപ്പം വരിക, അതേപോലെ തന്നെ നമ്മളൊന്ന് കാറ് മാറി കയറുക വേറെ കാറിൽ, അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമായിരിക്കുമല്ലോ. അതേപോലെ ആരുഷ് എൻ്റെ ഒപ്പം വരാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അവൻ്റെ ഒപ്പം എന്തൊക്കെയോ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലിപ്പോൾ കുറച്ച് ജനസംഖ്യ കൂടുതലുള്ളത് കാരണം നമ്മൾ കുറച്ച് മിക്സ് ആയിട്ട് കുറേയൊക്കെ കുക്കിങ്ങും കുറച്ചൊക്കെ പുറത്തുനിന്ന് വാങ്ങുക അങ്ങനെ പോകുന്ന കേട്ടോ. കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കുക്ക് ചെയ്യാവുന്നൊക്കെ ഉള്ളൂ. പക്ഷെ അപ്പം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈം കുറച്ച് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത്. അമ്മമ്മേനെ നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചി കേട്ടോ അത്. അപ്പോൾ അമ്മമ്മയുടെ കാര്യങ്ങളും അമ്മ ഈക്വലി ഇൻവോൾവ് ചെയ്തിട്ട് കുറേ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കുക്കിംഗ് ഉണ്ടാവുന്നത്. നടക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ യുവി ഇന്ന് ഗുഡ് ബോയ് ആയിട്ട് പശുമ്പാലൊക്കെ കുടിച്ചു. 1 വയസ്സായി കഴിഞ്ഞാൽ പശുമ്പാൽ കൊടുക്കാമെന്ന് പറയുമല്ലോ. ദിവസത്തിൽ നമുക്ക് 500 ml താഴെ കൊടുക്കാമെന്നാണ് ഇവിടെയുള്ള യുവിയുടെ പീഡിയാട്രീഷ്യൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് 120 ml പാല് കുടിച്ചു അല്ലേ? പശുമ്പാലാണോ ഫോമുലയാണോ ഗുഡ്? എന്തായാലും വേണ്ടില്ല, കുറ്റം പറ്റിയാൽ മതി അല്ലേ? കുറ്റം പറ്റിയാൽ മതി. വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ വീട്ടിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട് കേട്ടോ. യുവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുവി കാര്യമായിട്ട് അതിനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. എനിക്ക് ഭയങ്കര വിഷമം വരും. ഇപ്പൊ ബെയിലി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെന്ന് അല്ലേ? ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു യുവിയും ബെയിലിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണം പോലെ അല്ല. ബെയിലി ചേച്ചീനെ യുവിക്ക് മിസ് ചെയ്യടാ. ബെയിലി ചേച്ചി 2 ഗുഡായിരുന്നു. അവിടുത്തെ ജർമ്മൻ ഷെപ്പേർഡിനെ വിളിച്ചോണ്ടിരിക്കട്ടാ. എവിടെ ബോബോ? പാലടയായിട്ട് ടീം എത്തിയിട്ടുണ്ട്. വയ്യാതെയോ ഇതു? ആരുഷ് എന്തൊക്കെ വാങ്ങി? ഹൈഡ് ആൻഡ് സീക്ക്. ഓക്കെ. പിന്നെ ഒരു സ്ട്രോബെറി കേക്ക്. ഗ്രാൻഡ് ബേക്സ് എന്നാണോ? നിങ്ങൾ എവിടെയൊക്കെ കയറി? നിങ്ങളൊരു ബേക്കറി ടൂറാണോ നടത്തിയേ? സ്ട്രോബെറി കേക്കോ? കഴിക്കുന്നല്ലേ, ഉറപ്പൊന്നുമില്ല. കഴിക്കണം കേട്ടോ. നല്ല ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ ഈ വാശി പറഞ്ഞ് വാങ്ങിച്ചതാ. മാറ കൈ എടുക്ക്. Oh wow, looks really yummy, Arush. You want a toy? Yeah. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ പൊതുവെ ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇന്ന് വർത്താനം പറയുന്ന ഒരു ശീലമില്ല. ആ ശീലവും രീതികളും ഞാൻ കുറേയും കൂടെ മനസ്സിലാക്കിയത് ഇവരോടൊപ്പം ഇരിക്കുമ്പോഴാട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക, കുറേ നേരം തമാശ പറയുക എന്നുള്ളതൊക്കെ ഇവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാനും ആരുഷും നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു. ഞാൻ ഉറങ്ങി. ആരുഷ് അവിടെ നിന്ന് എന്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ചായക്കുള്ള വിളി വന്നിട്ടുണ്ട്. ചായ കുടിച്ചിട്ട്
ഇതാണ് ലക്ഷ്മി സ്റ്റോറിലെ പലഹാരങ്ങൾ. ഇവിടുത്തെ പരിപ്പുവട ഭയങ്കര അടിപൊളിയാട്ടോ. പരിപ്പുവട മാത്രമല്ല, പൊതുവേ എല്ലാ കാര്യങ്ങളും നല്ലതാണ്. നല്ല എണ്ണയും കാര്യങ്ങളൊക്കെയാണ് അവർ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഇത് ഇപ്പോൾ വാർഡ്രോബ് ആക്കി എടുത്തിട്ടുള്ളത് അമ്മയുടെ അലമറയാണ്. ഞങ്ങൾ രണ്ടുപേരും. നിനക്ക് വാഗ ആണോ? പക്ഷെ നീ എന്നെക്കാളും മെലിഞ്ഞിട്ടല്ലേ? ആണോ? ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക കേട്ടോ. അമ്മയും വിധു ഉണ്ട്. വിധു ഇല്ല, അമ്മയും ആരുഷും ഉണ്ട്. എന്താ ബാക്കിൽ കച്ചേരി രാവിലെ തൊട്ടിട്ട്. വിധുവിനെ ഞാൻ സംഭവിച്ചു കേട്ടോ. ചെവി പൊന്നാവണോ? അതെ അതെ, കുറച്ചു നേരം ഒന്ന് വീട്ടില് ശബ്ദത്തിൽ ഒഴിവിരിക്കാന്ന് കേട്ടോ പോവാൻ വേണ്ടിയിട്ട്. ഇത് അമ്മയുടെ കുർത്തയാണ്. അമ്മയുടെ കുർത്തയൊക്കെ എനിക്ക് കറക്റ്റാണ്. നല്ല അമ്പലത്തിന്റെ പാട്ട് കേൾക്കുന്നില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ? ഈ സമയത്ത് ഇവിടെ നടക്കാൻ അതുകൊണ്ട് പ്രത്യേക രസമാണ്. അമ്മ കയറ്റി പറഞ്ഞു ഓൾറെഡി. അമ്മ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ റോഡിലെ ശബ്ദം കുറച്ച് ബുദ്ധിമുട്ടാവണോ? അതുകൊണ്ട് ഒന്നെങ്കിൽ വണ്ടി നിർത്തിക്കുക അല്ലെങ്കിൽ വീട് മാറ്റിക്കുക. അല്ല നമുക്ക് അമ്മ അവിടെ നിൽക്കുക സ്ഥിരമായിട്ട്. ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങുമ്പോ. സത്യം പറയുകയാണെങ്കിൽ യുവിയുടെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം യുവിനെ ഒന്ന് ബീച്ച് കാണിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് അത് നടന്നില്ല. അപ്പോൾ അതാട്ടോ ഇന്നത്തെ മെയിൻ ഉദ്ദേശം, യുവിനെ ഒന്ന് ബീച്ച് കാണിക്കുക എന്നുള്ളത്. പിന്നെ കോഴിക്കോടുള്ളവർക്ക് ബീച്ച് ഒരു ഇമോഷൻ ആണല്ലോ. അപ്പോൾ അത് കുറച്ച് വിഷ്ണുവിനുണ്ട്. വിഷ്ണുവിന് അതും കൂടെയാണ് യുവിനെ ഒന്ന് ബീച്ച് കൊണ്ടുപോകണം അത്ര ആഗ്രഹം. ഫസ്റ്റ് ടൈം ആണോ ബീച്ച് കാണുന്നത്? ഗുഡാണോ? ഗുഡാണോ കോഴിക്കോട് ബീച്ച്? ആദ്യം യുവി കോഴിക്കോട് ബീച്ചാണല്ലേ കണ്ടത്. അതെന്താ അത്? ബീച്ച് കണ്ടിട്ടില്ല. അമ്മ എത്രാമത്തെ തവണ ബീച്ച് കണ്ടു? 50 അല്ല. വെള്ളത്തിൽ ഇറങ്ങണ്ട, ചുമ്മാ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങാം. ചാടത്ത ഞാൻ. ബീച്ച് കണ്ടിട്ട് കാല് നനയ്ക്കാതെ എങ്ങനെയാ പോകുന്നതെന്ന് അമ്മ. അപ്പോൾ ആരുഷും അമ്മയും കൂടെ കാലൊക്കെ ഒന്ന് നനച്ചിട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നല്ല രസമല്ലേ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇവിടുന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. വീട്ടിലെത്തി അമ്മേനെയും യുവിനെയും ചേച്ചീനെയും അതേപോലെ ആരുഷിനെയും വീട്ടിലാക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ പുറത്തു പോകാട്ടോ, ഡെക്കാത്ലോണിലോട്ട്. നാളെ നമ്മൾ ഒരു പൂൾ വേലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ യുവിക്കും കുറച്ചൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അവന് ഫ്രീ ആയിട്ട് വെള്ളത്തിലിരിക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നാം. അപ്പോൾ അതൊന്നും ഇവിടെ ഡെക്കാത്ലോണിൽ നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ കാലിക്കറ്റിൽ ഡെക്കാത്ലോണിൽ വരുന്നത്. ഇതുവരെ ഇവിടെ ഡെക്കാത്ലോണിൽ വരേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. നമ്മൾ വിളിച്ചു ചോദിച്ചായിരുന്നു കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ എവിടെ ഉണ്ടോന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാൻ. എനിക്കൊരു സ്വിം സ്യൂട്ടും കൂടെ എടുത്തു കേട്ടോ. കുറച്ച് കാലമായി എനിക്ക് വേണ്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു സ്വിം സ്യൂട്ട് തപ്പി നടക്കുന്നു. അത് കിട്ടി. ഈ എസ്സും എസ്സും അടുത്ത് വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് വിഷു എന്ന് പറയൂ. സ്വിം സ്യൂട്ട് എനിക്ക് ഭയങ്കര ടഫാണ്. തൽക്കാലം കോഴിക്കോടിലെ കാഴ്ചകൾ നിർത്തിയിട്ട് നമുക്കൊന്ന് ആംസ്റ്റർഡാം പോയിട്ട് വരാട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡാണിത്. എന്താണെന്നറിയോ, ഗ്രേപ്സും ആപ്പിളും പെയറും എല്ലാം കൂടെ പൂത്തുലഞ്ഞ് ഒരു കാടാവുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളിങ്ങനെ ക്യാമറയിലെടുത്ത് നോക്കിയപ്പോഴാണ് നമ്മളത് കണ്ടത്. പിന്നെ പ്രതുവും ഗീതും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മോശമാണ് അവസ്ഥ എന്നുള്ളത്. അപ്പം ഇന്ന് ഈവനിങ് അവർ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിക്കായിരുന്നേ. പ്രതുവും ഗീതുവും കൂടെ വന്നിട്ട് കുറച്ച് ആപ്പിളും അതേപോലെ തന്നെ പെയറും ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ബാക്കി ഇതേ നിലത്തൊക്കെ ഒരുപാട് ഇങ്ങനെ കാക്കയൊക്കെ കൊത്തി കുറച്ച് മോശമായിട്ടാണ് നമ്മുടെ ഗാർഡൻ ഇരിക്കുന്നത്. ഞാൻ വിചാരിക്കുകയായിരുന്നു നമ്മൾ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ ഒരാളെ വിളിക്കുന്നുണ്ടല്ലോ, അവരെന്തായാലും വിളിച്ച് ബാക്ക് ഡോർ മാത്രം തുറന്നു കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഞാനിവിടെ കാണുന്നുണ്ട്. എന്തായാലും കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. ആ വിഷമം നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും എല്ലാ തവണ നമ്മൾ നാട്ടിൽ വന്ന് തിരിച്ചു വരുന്ന സമയമാകുമ്പോഴേക്ക് ഗാർഡൻ കാണാൻ വളരെ മോശമായിട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ അധികം ഈ ഒരു സമ്മർ സമയത്ത് നമ്മളവിടെ ഉണ്ടാവുകൊണ്ടേ അപ്പോഴാണല്ലോ ചെടികളൊക്കെ നല്ലോണം വളരുക. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റാറുണ്ട്. ഇത്തവണ എന്തായാലും ഇങ്ങനെയായി. നമുക്കിനി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും തിരിച്ച് കാലിക്കറ്റിലോട്ട് വരുന്നതാണ്. നമുക്കിനി നേരത്തെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ട്രിപ്പ് പോകണ്ടേ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കാണാം. ഇവിടെ ഇരുന്നും കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ അറേഞ്ച് ചെയ്ത് ഈ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. ഏകദേശം ഒരാഴ്ചയിൽ ക്ലീൻ ആയിട്ടുള്ള ഗാർഡൻ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ശരി.